Hi friends, Civil Tech Vlogsലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്ന ട്രേഡ്സ്മാൻ സർവേ 53/2015 ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ എക്സ്പ്ലനേഷൻസുമാണ്. സോ സ്റ്റാർട്ട് ചെയ്യാം. First question, the principle of working of an optical square is based on. ഫസ്റ്റ് ഓഫ് ഓൾ ഒപ്റ്റിക്കൽ സ്ക്വയർ എന്ന് പറയുന്ന സർവേയിലെ റൈറ്റ് ആംഗിൾ സെറ്റ് ഔട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഡബിൾ റിഫ്ലക്ഷൻ ആണ്. The Gunder's chain is dash feet long and its link length is dash feet. Gunder's chain അല്ലെങ്കിൽ സർവേയർസ് ചെയിൻ എന്ന് പറയാം. ഇതിന്റെ പ്രത്യേകത ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 66 FT യും ഇതിനകത്ത് 100 ലിങ്ക്സുമാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഒരു ലിങ്കിന്റെ ലെങ്ത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 66 ഡിവൈഡഡ് ബൈ 100 എന്ന് വരും. സോ അപ്പൊ ആൻസർ ആ ഓപ്ഷൻ സി വരും. 66 FT ലോങ് ആൻഡ് 0.66 FT ലിങ്ക് ലെങ്ത് എന്ന് വരും. The earth shape may be treated as. എർത്തിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഓപ്ഷൻ എയും ബിയും സിയും വരും. സോ ആൻസർ ഈസ് ഓൾ ദ എബവ്. The leveling operation across a river is termed as. റിവറിന് അക്രോസ് ആയിട്ടുള്ള ലെവലിംഗ് ഓപ്പറേഷനെ നമ്മൾ റെസിപ്രോക്കൽ ലെവലിംഗ് എന്നാണ് പറയുന്നത്. ഡിഫറൻഷ്യൽ ലെവലിംഗ് എന്ന് പറയുന്നത് ലെവലിംഗ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ആണ്. നെക്സ്റ്റ് ഫ്ലൈ ലെവലിംഗ് എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള എലിവേഷൻ ഡിറ്റർമിൻ ചെയ്യാനാണ് ഫ്ലൈ ലെവലിംഗ്സ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ആക്യുറസി ഇല്ല, നമ്മുടെ ടൈം അവൈലബിലിറ്റി കുറവാണ് എങ്കിൽ ജസ്റ്റ് ബാക്ക് സൈറ്റും ഫോർസൈറ്റും എടുത്ത് വാല്യൂസ് കണ്ടുപിടിച്ച് പോകുന്ന ഒരു മെത്തേഡാണ് ഫ്ലൈ ലെവലിംഗ് എന്ന് പറഞ്ഞത്. The operation of keeping the plane table parallel to the position it occupied at the first station. Plane table പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു പാരലിസം ആണ്. എന്ന് വെച്ചാൽ ഗ്രൗണ്ട് പോയിന്റ്സിന് എപ്പോഴും നമ്മുടെ പ്ലെയിൻ ടേബിളിൽ വരയ്ക്കുന്ന ഓരോ പോയിന്റും പാരലൽ ആയിരിക്കണം. അങ്ങനെ ആ ഒരു അഡ്ജസ്റ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഓറിയന്റേഷൻ. പ്ലെയിൻ ടേബിളിനെ ഗ്രൗണ്ടിലെ പോയിന്റ്സിന് പാരലൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഓപ്പറേഷനെയാണ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ. റിസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന സ്റ്റേഷൻ പോയിന്റിനെ ലൊക്കേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് റിസെക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഅക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് ഈ മെത്തേഡ് ഓഫ് പ്ലെയിൻ ടേബിൾ യൂസ് ചെയ്യുന്നത്. സെന്ററിംഗ് എന്ന് പറയുന്ന പ്ലംബിംഗ് ഫോർക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ യു ഫോർക്കുകൾ യു ഷേപ്ഡ് ആയിട്ടുള്ള ഫോർക്കുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലെയിൻ ടേബിളിൽ സെന്ററിംഗ് ചെയ്യുന്നത്. The bulking of sand which is used for good concrete maximum and moisture content is around. Bulking of sand ന്റെ maximum range എന്ന് പറയുന്നത് 5 to 8% ആണ്. നമുക്ക് ഓപ്ഷനിൽ നിന്ന് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി 5%. The number of standard modular bricks required to make 1 cubic meter of masonry is. ഒരു m ക്യൂബ് മേസണറിയിലെയാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സ്റ്റാൻഡേർഡ് മോഡുലാർ ബ്രിക്സിന്റെ സൈസ് എന്ന് പറയുന്നത് 20/10/10 സെന്റിമീറ്റർ ആണ്. സോ ഒരു എം ക്യൂബിലെ നമ്പർ ഓഫ് ബ്രിക്സ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്പർ ഓഫ് ബ്രിക്സ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 0.1 ഇൻറ്റു 0.1. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നതാണ് 500 നമ്പർ ഓഫ് ബ്രിക്സ്. The sensitivity of a bubble tube can be increased by. ബബിൾ ട്യൂബിന്റെ സെൻസിറ്റിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട്. റേഡിയസ് ഓഫ് കർവേച്ചർ, ലെങ്ത് ഓഫ് ബബിൾ, ഡയ ഓഫ് ട്യൂബ്, വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ, അങ്ങനെ കുറെ ഉണ്ട്. അതിനകത്ത് സെൻസിറ്റിവിറ്റി ഓഫ് ബബിൾ ട്യൂബ് ഇൻക്രീസ് ചെയ്യുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പം, ലെങ്ത് ഓഫ് ബബിൾ ഇൻക്രീസ് ചെയ്യുമ്പം ആൻഡ് ഡയ ഓഫ് ട്യൂബ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. സോ നമുക്ക് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? ഓപ്ഷൻ എ, ഇൻക്രീസിംഗ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ട്യൂബ്. The rounded projected part of the thread beyond the face of riser is. Answer, nosing. ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ത്രെഡിൽ നിന്നും കുറച്ച് ഭാഗം റൗണ്ടഡ് ആയിട്ടുള്ള പ്രൊജക്റ്റഡ് ഫേസിനെ വിളിക്കുന്ന പേരാണ് നോസിങ്. നെക്സ്റ്റ് ഉള്ളതാണ് സ്കോട്ടിയ. സ്കോട്ടിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെപ്പിന്റെ എലിവേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നോസിങ്ങിന്റെ താഴെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോൾഡിംഗ് ആണ് സ്കോട്ടിയ എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് സോഫിറ്റ് ആണ്. സോഫിറ്റ് എന്ന് പറയുന്ന സ്റ്റെയറിന്റെ അണ്ടർ സർഫസ് അല്ലെങ്കിൽ അണ്ടർ സൈഡിനെ വിളിക്കുന്ന പേരാണ് സോഫിറ്റ്. ഗോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സക്സസീവ് റൈസർ ഫേസുകൾ തമ്മിലുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് ഗോയിങ്.
The line joining the optical center of the object glass and the center of eyepiece. ഐപീസിന്റെ സെന്ററും ഒബ്ജക്ട് ഗ്ലാസിന്റെ സെന്ററും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനെ വിളിക്കുന്ന പേരാണ് ആക്സിസ് ഓഫ് ടെലസ്കോപ്പ്. നെക്സ്റ്റ് ലൈൻ ഓഫ് കോളിമേഷൻ. ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്ന ഐപീസിന്റെ സെന്റർ വരും, ക്രോസ് എയർ, ഒബ്ജക്ട് ഗ്ലാസിന്റെ സെന്റർ, അത് കഴിഞ്ഞ് അതിന്റെ കണ്ടിന്യൂഷൻ ടു സ്റ്റാഫ്, അത്രയും കാര്യത്തെ വിളിക്കുന്ന ആ ഒരു ഇമാജിനറി ലൈനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഓഫ് കോളിമേഷൻ. The whole circle bearing of a line is 283 degree 20 minutes. Its corresponding quadrantal bearing is. ഒരു ലൈനിന്റെ ഹോൾ സർക്കിൾ ബിയറിംഗ് ആണ് തന്നിരിക്കുന്നത്. അതിന്റെ ക്വാഡ്രന്റൽ ബിയറിംഗിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ആ ലൈൻ വരയ്ക്കുക. ലൈൻ വരയ്ക്കുമ്പോൾ അത് ലേ ചെയ്യുന്ന നോർത്ത് വെസ്റ്റ് ക്വാഡ്രന്റിലാണ്. നോർത്തിൽ നിന്നും നമുക്ക് ആ ലൈനിലേക്കുള്ള ബിയറിംഗ് ആണ് ആവശ്യം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഫുൾ ആയിട്ടുള്ള ആ ഒരെണ്ണം എന്ന് വെച്ചാൽ അത് 360 വരും. ആ 360യിൽ നിന്നും ഈ 283 ഡിഗ്രി 20 മിനിറ്റ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ നോർത്തിൽ നിന്നും ആ ലൈനിലേക്കുള്ള ആംഗിൾ കിട്ടും. സോ അതാണ് ഇവിടെ കാൽക്കുലേഷൻ പറഞ്ഞിരിക്കുന്നത്. 359 ഡിഗ്രി 20 മിനിറ്റ്സ് മൈനസ് 283 ഡിഗ്രി 20 മിനിറ്റ്സ് ഈക്വൽ ടു 76 ഡിഗ്രി 40 മിനിറ്റ്സ് എന്ന് കിട്ടും. സോ അതാണ് ആൻസർ, ഓപ്ഷൻ ഡി, N 76 40 വെസ്റ്റ്. In a planimeter, the multiplier constant m is calculated by the formula is dash when L equal to length of tracing arm or radius of the roller or wheel. Planimeter എന്ന് പറഞ്ഞാൽ ഇറഗുലർ ആയിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മൈനർ ഇൻസ്ട്രുമെന്റ് ആണ് പ്ലാനിമീറ്റർ. അതിനകത്തെ എം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ എം ഈസ് ഈക്വൽ ടു പൈ എൽ ഡി ആണ്. ഡി എ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ 2r എന്ന് എഴുതാം. സോ ഇക്വേഷൻ വരുമ്പം ഓപ്ഷൻ സി, എം ഈസ് ഈക്വൽ ടു 2πrl എന്ന് വരും. ഡിഫറൻസ് ഇൻ ലെവൽ ബിറ്റ്വീൻ ദ ഇന്നർ ആൻഡ് ഔട്ടർ എഡ്ജസ് ഓഫ് എ റോഡ് എലോങ് ദ കർവ്ഡ് പാത്ത് ഈസ്. ആൻസർ സൂപ്പർ എലിവേഷൻ. ഇന്നർ എഡ്ജ് കമ്പയർഡ് ടു ഔട്ടർ എഡ്ജിനെക്കാട്ടും കുറച്ച് താത്തി കൊടുക്കും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ ജസ്റ്റ് കൗണ്ടറാക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്, ഈ ഒരു ലെവൽ ഡിഫറൻസ് കൊടുക്കുന്നത്. ഇനി ഓപ്ഷനിലുള്ളതാണ് കേംബർ. കേംബർ എന്ന് പറയുന്നത് ഒരു റോഡിന്റെ ട്രാൻസ്ഫർ സ്ലോപ്പ് ആണ് കേംബർ എന്ന് പറഞ്ഞാൽ. ഇതെന്ന് പറയുന്നത് ക്രൗണും റോഡിന്റെ എഡ്ജ് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ആ ഒരു സ്ലോപ്പ് ലൈൻ ആണ് കേംബർ എന്ന് പറഞ്ഞാൽ. കേംബറിനെ ഒക്കെ ആണെങ്കിൽ ക്രോസ് സ്ലോപ്പ്, ക്രോസ് ഫോൾ എന്നൊക്കെ വിളിക്കാം. നെക്സ്റ്റ് ഗ്രേഡിയന്റ് ആണ്. ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞാൽ ഒരു റോഡിന്റെ ലോങ്ജിറ്റ്യൂഡിനൽ ആയിട്ടുള്ള സ്റ്റോപ്പിനെ വിളിക്കുന്ന പേരാണ് ഗ്രേഡിയന്റ്. A set of closed contours with higher values outside and lower figure inside indicate. ഒരു ക്ലോസ് കോണ്ടൂസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഹയർ വാല്യൂസ് ഔട്ട്സൈഡിലും ലോവർ വാല്യൂ ഇൻസൈഡിലുമാണെങ്കിൽ ഇറ്റ് വിൽ ഇൻഡിക്കേറ്റ് എ ഡിപ്രഷൻ. നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് വെർട്ടിക്കൽ ക്ലിഫ്. വെർട്ടിക്കൽ ക്ലിഫ് എന്ന് പറഞ്ഞാൽ സെവറൽ കോണ്ടൂസ് കോയിൻസൈഡ് ചെയ്ത് ഒരു ലൈനായിട്ട് പോകുവാണെങ്കിൽ അത് വെർട്ടിക്കൽ ക്ലിഫ് ആയിരിക്കും. ഹില്ല് അല്ലെങ്കിൽ റിഡ്ജ് രണ്ടും ഒരേ മീനിങ്സിൽ പറയാം. അതിനകത്ത് പ്രത്യേകത കോണ്ടൂസിനകത്ത് ഹയർ വാല്യൂ എന്ന് പറയുന്നത് ഇൻസൈഡിലും ലോവർ വാല്യൂ ഔട്ട്സൈഡിലും ആകുമ്പോഴാണ് ഹില്ല് അല്ലെങ്കിൽ റിഡ്ജ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ബോത്ത് റേഞ്ചിങ് ആൻഡ് ചെയിനിങ് ഒബ്സ്ട്രക്റ്റർ. റേഞ്ചിങ്ങും ചെയിനിങ്ങും ഒബ്സ്ട്രക്ട് ചെയ്യുന്നതിന് എക്സാമ്പിൾ ആണ് ബിൽഡിംഗ്. ഈ റേഞ്ചിങ് ചെയ്യാൻ പറ്റും, ചെയിനിങ് ഒബ്സ്ട്രക്റ്റഡ് ആണെങ്കിൽ അതിന് എക്സാമ്പിൾ ആണ് വാട്ടർ ബോഡി. ചെയിനിങ് ചെയ്യാൻ പറ്റും, റേഞ്ചിങ്ങിനെ ഒബ്സ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ എക്സാമ്പിൾ ആണ് ഹില്ല്. 1 bag of ordinary Portland cement weight. Answer 50 kg. ഒരു ബാഗ് OPCയുടെ വെയിറ്റ് 50 kg, 35 ലിറ്റർ, 0.0345 m³ ആണ്. The instrument which register the number of paces of a person carrying it. Answer പാസോമീറ്റർ. പാസോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എ വാച്ച്. അതെന്ന് പറയുന്നത് ഒന്നുകിൽ പോക്കറ്റിലോ അല്ലെങ്കിൽ അറ്റാച്ച് ടു വൺ ലെഗ് ആയിരിക്കും. ഇതിന് പ്രത്യേകത ഈ ഇൻസ്ട്രുമെന്റിനകത്ത് എത്ര പേസസ് ഉണ്ടായി എന്ന് രജിസ്റ്റർ ചെയ്യും. അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് പേസസ് രജിസ്റ്റർ ഇൻ ടു ആവറേജ് ലെങ്ത് ഓഫ് പേസ് നമ്മൾ എടുക്കും. അപ്പോഴാണ് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് രണ്ട് പോയിന്റുകൾ തമ്മിലുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് പെഡോമീറ്റർ ആണ്. ഇതുപോലെ തന്നെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് തന്നെയാണ്.
പക്ഷെ അതിനകത്ത് രജിസ്റ്റർ ആവുന്നത് എത്ര ഡിസ്റ്റൻസ് ഈ രണ്ട് പോയിന്റിനിടയിൽ ട്രാവൽ ആയി, അത് ഡയറക്റ്റ് ആയിട്ട് ടോട്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്തത് നമുക്ക് കിട്ടും. അതാണ് പെഡോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഓഡോമീറ്റർ എന്ന് പറയുന്നത് ഒരു വീൽ ലൈക്ക് സ്ട്രക്ചർ ആണ്. ആ വീൽ ലൈക്കിനെ എത്ര റെവല്യൂഷൻസ് ആ വീല് റിവോൾവ് ചെയ്തു എന്നതായിരിക്കും അതിനകത്ത് രജിസ്റ്റർ ആവുന്നത്. അതേ ഇൻറ്റു സർക്കംഫറൻസ് ഓഫ് എ വീല് ചെയ്ത് കഴിഞ്ഞാൽ ഓഡോമീറ്ററിൽ നിന്നും നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കിട്ടും. സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് ഒരു ഓട്ടോമൊബൈൽ ഡിവൈസ് ആണ്. അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഈ മെത്തേഡുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. The gauge length of broad gauge Indian Railway is. ഇന്ത്യൻ റെയിൽവേയിലെ ബ്രോഡ് ഗേജിന്റെ ഗേജ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി 1676 mm. നാരോ ഗേജ് ആണെങ്കിൽ 762 mm ആണ്. മീറ്റർ ഗേജ് 1000 mm. The surveys which is performed for mapping of large water bodies for the purpose of navigation. Answer hydrographic surveys. The point where the bending moment changes its sign is. Bending moment sign change ചെയ്യുന്ന പോയിന്റിനെ വിളിക്കുന്ന പേരാണ് point of contraflexure. The vertical member which is provided to subdivide the window or door opening vertically. വിൻഡോയുടെയോ ഡോറിന്റെയോ വെർട്ടിക്കൽ ആയിട്ട് സബ്ഡിവൈഡ് ചെയ്യുന്ന വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് മുള്യൻ. അതേപോലെ ഓർക്കേണ്ടതാണ് ട്രാൻസോം. ട്രാൻസോം എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ മെമ്പർ ആണ്. വിൻഡോയെ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ആണ് സ്റ്റൈൽ. സ്റ്റൈൽ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് വെർട്ടിക്കൽ മെമ്പർ ഓഫ് ഷട്ടർ ആണ് സ്റ്റൈൽ എന്ന് പറഞ്ഞ. A semi-rigid material which forms a durable and impervious layer for dam proofing. Answer mastic asphalt. Mastic asphalt എന്ന് പറയുന്ന ഒരു സെമി റിജിഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. അസ്ഫാൾട്ട്, സാൻഡ്, മിനറൽ ഫില്ലേഴ്സ് എല്ലാം കൂടെ ചേർത്ത് ഹീറ്റ് ചെയ്ത് ഒബ്റ്റെയിൻ ചെയ്യുന്ന മെറ്റീരിയൽ ആണ് മാസ്റ്റിക് അസ്ഫാൾട്ട്. നെക്സ്റ്റ് ഓപ്ഷനിലുള്ളതാണ് ഹോട്ട് ബിറ്റുമിൻ. ഹോട്ട് ബിറ്റുമിൻ എന്ന് പറയുന്ന ഹൈലി ഫ്ലെക്സിബിൾ ആയിട്ടൊരു മെറ്റീരിയൽ ആണ്. മിനിമം തിക്നെസ് ഒരു 3 mm ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് അസ്ഫാൾട്ടിക് ഫെൽസ് അല്ലെങ്കിൽ ബിറ്റുമിനസ് ഫെൽസ് എന്ന് പറയാം. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടൊരു മെറ്റീരിയൽ ആണ്. റോളറുകളായിട്ടാണ് അവൈലബിൾ ആകുന്നത്. ഇത് ഹെവി ആയിട്ടുള്ള ലോഡിനെ ഒന്നും വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തില്ല. നെക്സ്റ്റ് മെറ്റൽ ഷീറ്റ്, ലെഡ്, കോപ്പർ, അലൂമിനിയം അതൊക്കെയാണ് മെറ്റൽ ഷീറ്റിൽ നമ്മൾ ഡാം പ്രൂഫിംഗ് ആയിട്ട് കൊടുക്കുന്നത്. The deformation per unit length due to the action of a system of force. Answer strain. Change in dimension by original dimension ആണ് നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ട്രെസ്. സ്ട്രെസ് എന്ന് പറയുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇനി മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി. മോഡുലസ് ഓഫ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ. The error due to the curvature in leveling operation is dash where d is the length of sight in kilometers. കർവേച്ചർ കറക്ഷന്റെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. CC is equal to -0.0785 d². ഇവിടെ കർവേച്ചർ കറക്ഷൻ എന്ന് ചോദിച്ചത് കൊണ്ടാണ് അവിടെ നെഗറ്റീവ് വന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇറർ ഡ്യൂ ടു കർവേച്ചർ, അപ്പം വാല്യൂ പോസിറ്റീവിൽ വരും. സോ ആൻസർ ഓപ്ഷൻ എ 0.0785 d². King post truss is suitable for span of range. കിങ് പോസ്റ്റ് ട്രസ്സിന്റെ സ്പാൻ 5 to 8 മീറ്റർ ആണ്. അതേപോലെ ക്യൂൻ പോസ്റ്റ് ട്രസ്സിന്റെ 8 to 12 മീറ്റർ ആണ് അതിന്റെ സ്പാൻ റേഞ്ച് ചെയ്യുന്നത്. എ തിൻ ലെയർ ബിറ്റ്വീൻ സാപ്പ് വുഡ് ആൻഡ് ഇന്നർ ബാർക്ക് ഈസ്. ഇന്നർ ബാർക്കിനും സാപ്പ് വുഡിനും ഇടയിലുള്ള തിൻ ലെയറിനെ വിളിക്കുന്ന പേരാണ് കേംബിയം. ഇന്നർമോസ്റ്റ് പാർട്ടിനെ പിത്ത് എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ട് ഹാർഡ് വുഡ്, സാപ്പ് വുഡ്, കേംബിയം, ഔട്ടർ ബാർക്ക്, അങ്ങനെയാണ് അതിന്റെ ഓർഡർ പോകുന്നത്. സോ സാപ്പ് വുഡിനും ഇന്നർ ബാർക്കിനും ഇടയിലുള്ള ലെയറിനെ കേംബിയം എന്ന് വിളിക്കും. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ ഡംബി ലെവൽ ദ ടെലസ്കോപ്പ്. ഡംബി ലെവലിനകത്ത് ടെലസ്കോപ്പ് എന്ന് പറയുന്നത് റിജിഡലി ഫിക്സ്ഡ് ടു ലെവലിംഗ് ഹെഡ്. ലെവലിംഗ് ഹെഡിലേക്ക് റിജിഡ് ആയിട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.